പണക്കാരൻ സുന്ദരിയായ ഒരു മോഡലിനെ കണ്ട് ഇഷ്ടപ്പെടുകയും പിന്നീട് അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കൽ അയാൾ അവൾക്ക് വേണ്ടിയിട്ട് അയാളുടെ വീട്ടിൽ ഒരു ഷെൽഫ് ഉണ്ടാക്കുകയും ദിവസം മുഴുവനും ആ ഷെൽഫിൽ അവളോട് ഇരിക്കാനായിട്ടും പറയുന്നു. അവിടെ ഇരുന്നാൽ എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ എന്ന് അവൻ അവളോട് പറയുന്നു. അങ്ങനെ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ആമി മേക്കപ്പും നല്ല ഡ്രസ്സും എല്ലാം ഇട്ട് ആ ഷെൽഫിൽ തന്നെ ഇരിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ എല്ലാ ദിവസവും അവൻ ആമിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ട്രോഫിയെ പോലെ അവൾ ആ ഷെൽഫിൽ തന്നെ ഇരിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നീട് അവരുടെ കല്യാണത്തിന് വരെ ഒരു പാവയെ പോലെ അവൾ ആ ഷെൽഫിൽ തന്നെയാണ് ഇരുന്നത്. ബാക്കി കഥ കേൾക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഫേവറേറ്റ് TV പ്രോഗ്രാം ഏതാണെന്ന് കമന്റ് ചെയ്യൂ. അങ്ങനെ 24 മണിക്കൂറും ആ ഷെൽഫിൽ തന്നെ ആയതുകൊണ്ട് ബോറടിച്ചു പോയ അവള് അവിടെ ഇരുന്ന് എക്സസൈസ് ചെയ്യാനും ബുക്ക് വായിക്കാനും എല്ലാം തുടങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും തോറും അവന് ഏമിയോടുള്ള താല്പര്യം കുറയുകയും പിന്നീട് 3 വർഷം കഴിയുമ്പോഴേക്കും അവന് വീട്ടിലേക്ക് പോലും വരാതെയാവുന്നു. അങ്ങനെ അവസാനം അവള് ആ ഷെൽഫിൽ നിന്ന് ഇറങ്ങാനായിട്ട് തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ അവൾക്കത് അത്ര ഈസി ആയിരുന്നില്ല. 2 മീറ്റർ ഹൈറ്റുള്ള ആ ഷെൽഫ് അവൾക്ക് വളരെ ഉയരമുള്ളതുപോലെ തോന്നുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ അവസാനം അവൾ അതിൽ നിന്ന് താഴേക്ക് ചാടുകയും ദേഷ്യത്തില് ആ ഷെൽഫെല്ലാം തല്ലി തകർത്ത് ആ വീട്ടിൽ നിന്ന് സ്വതന്ത്രയായി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയി അവൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് ആ കടയുടെ ഓണർ അവൾക്ക് അവിടെ ജോലി കൊടുക്കുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞതും ആമി പിന്നീട് സ്വന്തമായിട്ട് ഒരു കോസ്മെറ്റിക് ഷോപ്പ് തുടങ്ങുകയും ഷെൽഫിൽ ഇരുന്നു കൊണ്ട് അവൾ ആ ഷോപ്പിന്റെ മാർക്കറ്റിംഗ് ചെയ്ത് വലിയ ബിസിനസ് വുമണായി മാറുന്നു.